ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിലെ നിക്ഷേപകരായിട്ടുള്ള പണം പോയ നിക്ഷേപകരുടെ ഇപ്പോഴത്തെ സംശയം എന്ന് പറയുന്നത് ഇതിന്റെ മുതലാളിയായ KD പ്രതാപന് എത്ര കാലത്തെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 50-ലധികം FIRകൾ അതുപോലെ തന്നെ കേസുകൾ നിലവിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ എത്രയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, എത്രയാണ് ഫൈൻ ഈടാക്കേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ. അപ്പോൾ ബഡ്സ് ആക്ടിൽ സെക്ഷൻ 21 പ്രകാരം അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആൻഡ് ഫൈൻ അപ് ടു 2 crore. 10 വർഷം വരെ തടവും 2 കോടി വരെ പിഴയുമാണ് ഒരാള് ഈ ആക്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 23 പറയുന്നത് ഈ നിയമത്തിലെ ഏതെങ്കിലും വകുപ്പുകളുടെ ലംഘനം കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം 7 വർഷം വരെ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ ഫൈനും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 50-ലധികം FIRകൾ നിലവിലുണ്ട്. ഈ 50 FIRയിലും ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ 50 FIRും 50 കേസുകളാണ്. അത് 14 ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 200 കൊല്ലം ശിക്ഷ അല്ലെങ്കിൽ 500 കൊല്ലം ശിക്ഷ എന്നൊക്കെ. അതുപോലെ വിചിത്രമായ ഒരു ശിക്ഷയായിരിക്കും ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. 10 × 50 കണക്കാക്കിയാൽ 500 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇദ്ദേഹം ചെയ്ത് കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട്. എങ്കിലും കോടതി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ വളരെ സാധ്യത കുറവാണ്. 10 വർഷം വരെ മാക്സിമം 10 വർഷം വരെയുള്ള ശിക്ഷ മാത്രമേ പ്രതാപനും അല്ലെങ്കിൽ മറ്റ് കൂട്ടുപ്രതികൾക്കും ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിയമത്തിൽ അങ്ങനെയാണ്. പക്ഷേങ്കിൽ എല്ലാം കൂടി 10 വർഷം മാത്രം അനുഭവിച്ചാൽ മതിയാകും. 500 വർഷം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. 500 വർഷം പോയിട്ട് 100 വർഷം ആകുമ്പോഴേക്കും, 100 വർഷം വേണ്ട, മനുഷ്യൻ്റെ ആയുസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു മനുഷ്യ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള കുറ്റം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും 10 വർഷം, മാക്സിമം 10 വർഷം എങ്കിലും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. ചുരുങ്ങിയത് 5-6 വർഷം. അതിന് മുഖ്യമായും കാരണം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പണം തിരികെ കിട്ടുകയാണെങ്കിൽ പിന്നെ കോടതിക്കും അത്ര തടവ് ശിക്ഷ കൊടുക്കുന്നതിൽ താല്പര്യമുണ്ടാവില്ല എന്നാണ്. അപ്പോൾ എന്തായാലും 10 വർഷം പ്രതാപൻ ജയിലിൽ തന്നെ ആയിരിക്കും.